OnePlusന്റെ OnePlus Nord C5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Nord C5 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ OnePlus Nord C5 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും നമുക്ക് 1.5K റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. 1.5K റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഏകദേശം 94.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 1430 നിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഏത് പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 1.5K റെസൊല്യൂഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.17 mm ആണ്. അപ്പം ഈ ഒരു ഫോണിൽ 7100 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും വെയിറ്റ് 200 ഗ്രാമിൽ താഴെയും അതുപോലെ തന്നെ തിക്നെസ് ഇത്രയൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക് ഇൻഫിനിറ്റി അതുപോലെ തന്നെ മാർബിൾ മിസ്റ്റ് അതുപോലെ തന്നെ നെക്സസ് ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8350 Apex എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ OnePlusന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇത്. പക്ഷേ കോമ്പറ്റീഷൻ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8400 അതുപോലെ തന്നെ Snapdragon 8s Gen 3 ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ചില ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം പോക്കോയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രോസസ്സറുകളുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഉണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മോശമാണെന്നല്ല, എന്നാലും തിരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ IR ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ക്രയോ വെലോസിറ്റി വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ വെട്ടം നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 7041 mm² ആണ്. പിന്നെ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് Sony LYT600 സെൻസറാണ്. വോയിസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടെലിഫോട്ടോ ലെൻസും കൂടിയൊക്കെ എക്സ്ട്രാ കൊടുത്തേനെ. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന Sony IMX480 ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 7100 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്.
ജൂലൈ 12 മുതലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ICICIയുടെ അതുപോലെ തന്നെ RBL ബാങ്കിൻ്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlusന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയാവുന്നത് വളരെ മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്, തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷനിൽ വരുന്ന ഫോണുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് Realme P3 Ultra വരുന്നുണ്ട്. അതിൽ നമുക്ക് സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്, പക്ഷേ 1.5K റെസൊല്യൂഷനും കോഡ് ഡിസ്പ്ലേ ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഇത്ര ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി അതിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ വരുന്ന മറ്റൊരു ഫോണാണ് Poco X7 Proയും അതുപോലെ തന്നെ Poco F6 ഒക്കെ. അതിൽ ഡിസ്പ്ലേയിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഫോണുകളിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഒരു ഫോണിൽ MediaTek Dimensity 8400 എന്ന പ്രോസസ്സറും ഒരു ഫോണിൽ Snapdragon 8s Gen 3 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. പിന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ X7 Proയിൽ നമുക്ക് 6550 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റാണ്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഫോണുകളിലൊക്കെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സും കിട്ടുന്നുണ്ട്, അതും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും OnePlusന്റെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. എന്തായാലും ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്തായാലും ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.